ഹലോ, വെൽക്കം ടു ഡേ 11. ഇന്നെൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു. രാവിലെ കല്യാണത്തിനെല്ലാം പോയി വൈകുന്നേരം ആകുമ്പം ഫ്രീ ആയി ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. കാണാൻ പറ്റുന്നില്ലേ? എനിക്കെപ്പോൾ ഇല്ല ഡൗട്ടാണ്, കാണാൻ പറ്റുമായിരിക്കും. ക്യാമറ വെച്ചാൽ ഫ്രെയിമിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നത് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം ഞാൻ കണ്ടെത്തില്ലാന്നുള്ളത്. എടാ, ഇത് നോക്കുമ്പോൾ ക്യാമറ മുകളിലോട്ടില്ല പോലെയുണ്ട്. ഞാൻ തന്നെയല്ലേ ഫ്രെയിമിലില്ലേ? അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കണ്ടൻറ് ക്രിയേഷൻ 2026. ഞാൻ കുറച്ച് നാളായി പോസ്റ്റലിടാൻ തുടങ്ങി. ഞാൻ 2020 ആ കൊറോണ കാലം കഴിഞ്ഞതിന് മുതൽ ഞാൻ ആ കൊറോണ ടൈം കഴിഞ്ഞത് മുതൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഞാനിങ്ങനെ ആലോചിക്കുന്നു. കണ്ടൻറ് ക്രിയേഷൻ, വീഡിയോ അപ്ലോഡ് ചെയ്യണം, കണ്ടൻറ് ഉണ്ടാക്കണം, ട്രാവൽ ചെയ്യണം, ട്രാവൽ കണ്ടൻറ് ഉണ്ടാക്കണം, ട്രാവൽ വ്ളോഗറാകണം. അത് ആലോചിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് 2025 അതുവരെ ഞാൻ സെൽഫ് ഡൗട്ട് അടിച്ച് എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റൂലയോ അങ്ങനെ വിചാരിച്ച്, എന്നെക്കൊണ്ടാവില്ല എന്ന് വിചാരിച്ച് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ സമയത്തെല്ലാം ഭയങ്കര ഫാൻസി എഡിറ്റും കാര്യങ്ങളെല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടുണ്ടായത്. അപ്പം 2026 എത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ റോ ആയിട്ടില്ലേ, വളരെ നാച്ചുറലായിട്ടില്ലേ, ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഭയങ്കര ഹ്യൂമൻലി ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് ട്രെൻഡായി അല്ലെങ്കിൽ വൈറലായി പോകുന്നുണ്ട്. വൈറലാവുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, കാണാൻ എനിക്കൊരു താല്പര്യം വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അത് അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2026 കണ്ടൻറ് ക്രിയേഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ എഡിറ്റിംഗ് എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഫാൻസി കട്ടൊന്നും ഇല്ലാണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിലൊരു സ്റ്റോറി ഉണ്ടാവണം എന്നുള്ളൊരു സാധനം മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നൊരു കാര്യം. അപ്പം കുറേ ആൾ എന്നോട് വീഡിയോ എഡിറ്റ് ചെയ്താൽ പറയില്ലേ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും അതിൻ്റെ ഉള്ളിലൊരു കണ്ടൻറ്റും, അതിനിടയ്ക്ക് ഒരുപാട് കട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഒരു സ്റ്റോറി കണ്ടു കഴിയുമ്പോൾ അവർക്ക് എന്താണോ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാവണം. ആ ഒരു ഇതാണ് ഞാൻ 2026 ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായൊരു സാധനം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടൻസാണ് ഞാൻ ഇതിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ റോ ആയിട്ടില്ലേ, ഞാൻ എന്താണോ അത് അഭിനയിക്കാണ്ട് അതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതാണ് 2026 കണ്ടൻറ് ക്രിയേഷനിൽ പറയാനില്ല. അപ്പോൾ നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങണമെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാൻസി കട്ടൊന്നും വേണമെന്നില്ല, ഭയങ്കര പെർഫെക്റ്റ് ആവും വേണ്ട. നിങ്ങൾ റോ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാനില്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ആൾക്കാരെ കാണിക്കാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതൊരു സ്റ്റോറി പോലെ ഒരു വീഡിയോ ആക്കി അത് പോസ്റ്റ് ചെയ്യുക. ഈ വൈറലാവുന്നതും ഒരുപാട് ലൈക്ക് കിട്ടുന്നതും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതും അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റത്തെ കാര്യം അത് കിട്ടൂല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നെല്ലാം വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്താൽ മതി. കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകളോ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ഒരു സാധനം, നമ്മളെ ജീവിതം ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നൊരു സാധനമില്ലേ, അത് അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, എണ്ണം കൂടണമെന്നൊന്നുമില്ല.
ജസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സ്റ്റാർട്ട് ചെയ്യുക, വീഡിയോ ഫസ്റ്റ് ചെയ്യുക.